അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. 2 ദിവസം കഴിഞ്ഞില്ലേ നമ്മൾ കണ്ടിട്ട്. കാരണമുണ്ട്, എന്താ 2 മാസമായ പോലെ. അത്രയായി. എന്താ ചെയ്യാ, ഓരോരോ പ്രശ്നങ്ങൾ കാരണേ. എന്താ അറിയോ, തിങ്കളാഴ്ച ഇവിടെ ഞാനും അച്ഛൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് ആളൊന്ന് പുറത്തു പോകും. കാപ്പി ആദ്യം ഒന്ന് 6 മണിക്കൊരു നടക്കാൻ പോക്കുണ്ട്. അത് കഴിഞ്ഞ് വരും, പിന്നെ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാപ്പി കുടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോക്കുണ്ട് വെറുതെ അങ്ങനെ. എന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തായാലും എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പം എന്നാൽ കാപ്പി കുടിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കാപ്പി കുടിച്ചിട്ട് രാവിലെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കണ്ടേ, രാവിലെ തന്നെ നോക്കാം, നമുക്ക് ഇത്തിരി നേരത്തെ കാപ്പിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനും അവനും കൂടി കാപ്പി കുടിക്കാൻ ഇരുന്നു. അപ്പോട്ട് ഒരു ഫോൺ വരുന്നു വന്നു. ഇവൻ വേഗം കൈയിട്ടവൻ അതിലെന്നെ ഇട്ടിട്ട് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി, ഇവന് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണല്ലോ, ഇഡ്ഡലി പ്രിയനല്ലേ. അവൻ്റെ കൈ ഇങ്ങനെ ഇട്ടാണല്ലോ അവിടെ വെച്ചു. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന് അർജൻറ്റായിട്ട് പോകണം, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടാവണമെന്ന്. ഏടാ അത് 2 എണ്ണമെങ്കിലും കഴിച്ചിട്ട് പോകും, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇപ്പം കേട്ടില്ല. ഇല്ല ഞാൻ അവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ കഴിക്കാൻ അമ്മ അതൊക്കെ അടച്ചു വെക്കുന്നത്. ഇവൻ്റെ ഒരു സ്വഭാവം. പിന്നെ ഇവൻ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ വിളിച്ച് അപ്പം ഓടും. അപ്പം ഞാൻ വിചാരിച്ചു ശരിയെന്ന് പറഞ്ഞ് ഇവൻ ഡ്രസ്സ് ചെയ്ത് പോയി. ഞാൻ വേഗം ഞാനവിടെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ അച്ഛൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ഫോണ് റിങ്ങാവുണ്ട്, പക്ഷെ എടുക്കണില്ല. അമ്മക്കൊക്കെ CBI പണി കൊടുക്കണേ എടുക്കണില്ല. അപ്പം ഇതെന്താ എപ്പോഴും ഫോൺ ചെയ്ത് എടുക്കുമല്ലോ, എന്തെന്താണോ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കൂടി നോക്കാം, എന്നിട്ട് വിളിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ എടുക്കണില്ല. അപ്പം ഞാൻ ഇതെന്താ ഫോൺ എടുക്കാൻ സ്വകാര്യം പറയാണോ, കേൾക്കുന്നില്ല സൗണ്ട്. അപ്പം എന്താ ഇത് ഫോൺ ചെയ്താൽ എടുക്കാണ്ടിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം രഞ്ജിനെ വിളിച്ചു. രഞ്ജീനല്ല രഞ്ജുന. ഞാൻ രഞ്ജീനെ പറഞ്ഞു, എനിക്കെന്തടാ. അപ്പോൾ രഞ്ജി ഇങ്ങനെ അച്ഛൻ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ രഞ്ജീന്ന് പറഞ്ഞു. അപ്പോൾ അതോ ഞാൻ വിളിച്ചു നോക്കാം. അമ്മ ഇതിന് ടെൻഷനാണ്, അച്ഛൻ ചെറിയ കുട്ടിയൊന്നല്ലോ, അച്ഛൻ പോയ 1 മണിക്കൂർ 1.5 മണിക്കൂർ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആവാറില്ലേ എന്ന്. അതല്ല ഞാൻ വെറുതെ വിളിച്ച ഇടയ്ക്കൊരു ഫോൺ എടുക്കുമല്ലോ, അങ്ങനെ വിളിച്ചു നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറയാം, അപ്പോൾ എനിക്കറിയാം എൻ്റെ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അപ്പം നോക്കിയാൽ മതി, അമ്മ അവിടെ സ്വൈരായിട്ടൊന്നും ഇരിക്കാമ്മ, എന്താമ്മ ആരെങ്കിലും പുറത്തു പോയി അമ്മ എപ്പോഴും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്നോട്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ ഫോൺ എടുത്തു, ഒരു 1/2 മണിക്കൂറിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3/4 മണിക്കൂറൊക്കെ വരാമെന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂറൊക്കെ ആവും. എവിടെയെങ്കിലും പോയിട്ട് ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ അമ്മ, ഈ വയസ്സുകാലത്ത് എന്താ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കണോ എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനിരുന്നു. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വരുന്നു അച്ഛനും മോനും കൂടി. അച്ഛൻ്റെ താടിയിൽ ഒരു ബാൻഡേജൊക്കെ ഇട്ട്, ഷർട്ടിലൊക്കെ ചോര, മുണ്ടിലൊക്കെ ചോര. എന്താന്ന് പറഞ്ഞാൽ പേടിയാവില്ലേ നമുക്ക്. എന്താന്ന് പറഞ്ഞപ്പോൾ പറയാ കല്ലെന്തോ തട്ടിയിട്ട് വീണു, അത് കവുന്നിങ്ങനെ വീണു. അപ്പോൾ കാലിൻ്റെ മുട്ടിന് കുറച്ച് മുറിയുണ്ട്, പിന്നെ ഇവിടെ നല്ല ആഴത്തിലുള്ള മുറി, ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ട് ഇടണം. സ്റ്റിച്ച് ഇടണമെങ്കിൽ അവിടെ പോകുമ്പോൾ ആരെങ്കിലും വേണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇവനെ വിളിച്ചതാണ്. അപ്പം ഇവനത് എന്നോട് പറയാണ്ടാണ് ഇവൻ പോയത്. എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചൊക്കെ ഇട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും കാരണം ബാൻഡേജ് കണ്ട അച്ഛനെ കണ്ടിട്ട് അമ്മ അങ്ങനെ ആയി. ഇനി ഇങ്ങനെയാ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മനെ വീട്ടിൽ വിട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ അവിടെ പോയിട്ട് നോക്കണോ, ഞാൻ ഇവിടെ നോക്കണോ, എന്തായിരിക്കും എന്റെ സ്ഥിതി? അത് ശരിയാണ്. എന്നിട്ട് പിന്നെ അങ്ങനെ പോയി. ഇപ്പൊ വലിയ കുഴപ്പമില്ല, വേദനയൊന്നും ഇല്ല. ഇനിയിപ്പോ നാളെ പോയി ഡ്രസ്സെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് വരാനിരുന്നത്. നിങ്ങൾ വിചാരിച്ചത് എന്താ ചേച്ചിയെ കാണാത്തത്? അവര് വിചാരിച്ചു ചേച്ചിക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്താ അറിയാമ്മ, ഒരാൾ ബാൻഡേജൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആദ്യം അമ്മ കരയും, ബോധം കണ്ട പോലെ ഒക്കെ ആയി. ഓക്കെ, അത് സ്വാഭാവികം, എല്ലാവർക്കും സംഭവിക്കും കേട്ടോ. ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ ചോരയിൽ മുങ്ങി വരുമ്പോൾ അതൊക്കെ സംഭവിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഒരു ചോദ്യം ചോദിച്ചില്ലേ അച്ഛനോട്, മോനേട്ടാ സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോണതും നല്ലതിന്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണം നല്ലതിന് പറഞ്ഞു. എങ്ങനെ പറയാൻ തോന്നിയ അമ്മയ്ക്കത്? അച്ഛൻ പറഞ്ഞു പിടിച്ച്. അല്ല ഇങ്ങനെയല്ല അമ്മ പറഞ്ഞത്. അല്ല എന്താണ് എന്ത് കണ്ണിൽ തട്ടുന്നത് പിരികിൽ തട്ടിട്ട് പോയി മോനേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു അപ്പൊ താടി ഇത്ര നേരത്തിൽ മുറിഞ്ഞോന്ന് എനിക്ക് പോരാല്ലേ പറഞ്ഞു.
പിന്നീട് അമ്മ സംഭവിക്കണതെല്ലാം നല്ലതാണ് മോനേട്ടാ, എന്താ അറിയോ, അത് സംഭവിച്ചങ്ങോട്ട് പൊക്കോട്ടെ. ഇതെന്താണ്, ഇതെന്ത് മോട്ടിവേഷനാണ്? അച്ഛൻ പറയാ, നീ മര്യാദയ്ക്ക് അവളിനെ പിടിച്ചിട്ട് പൊക്കോട്ടെ, വേനിൻ്റെ ഞാൻ എന്തായാലും എടുത്ത് തലമണ്ടിക്ക് തല്ലുന്ന അല്ല പറയണേ. കണ്ണ് തട്ടുന്നത് പിരികത്ത് തട്ടി പോയി എന്ന് വിചാരിച്ചാൽ മതി, ഭഗവാൻ കാത്തു. അതിന് പിരികത്തല്ലല്ലോ, താടിയിലല്ലേ തട്ടിയത്. അങ്ങനെ വന്നു പറഞ്ഞിട്ട് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോ. ഭഗവത്ഗീതയിൽ പറയും പോലെ സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോണതും നല്ലതിന് നമ്മൾ വിശ്വസിക്കണം. പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞത് മര്യാദക്ക് നിന്റെ അമ്മേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് നോക്കുക, കാരണം സംഭവിച്ചത് എനിക്കാണ്, അത് അവൾക്ക് നല്ലതിനാന്ന് തോന്നി, ഇനി സംഭവിക്കാൻ പോണതും നല്ലതിനത്ര ഇവിടുന്ന് കൊണ്ടുപോക്കാൻ ഓർത്ത്. കാരണം ഈ ഭഗവത്ഗീതയൊക്കെ ശരിയാണമ്മ, പക്ഷെ സമയവും സന്ദർഭം നോക്കിയിട്ട് വേണ്ടത് ഉപയോഗിക്കാൻ. ഒരാൾ ബാൻഡേജ് ഇട്ടിരിക്കുമ്പോഴാണ് പറയാ സംഭവിക്കണല്ലോ നല്ലതിനാണെന്ന്. കഷ്ടം. നമുക്ക് എന്തായാലും ഇവിടെ പേഷ്യന്റിനൊക്കെ ഇത്തിരി മീൻകറിയൊക്കെ ചൊടിയോടെ കൂട്ടി ചോറ് കൊടുക്കാനോ, അപ്പൊ ഒരു അയിലക്കറി പിന്നെ അയില വറുത്തതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സ്റ്റവ് കത്തിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ മീൻ നന്നാക്കി വെച്ചത് കാണിച്ചല്ലോ. ഇതാ ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചത് നീളത്തിലിങ്ങനെ, പിന്നെ ഇത് വറവിടാനുള്ള ചെറിയ ഉള്ളി, ഇത് സബോള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ പോട്ടെ. പിന്നെ മുളകും 1 സ്പൂണ് മല്ലി, മുഴുവൻ മുളകും കൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്, അതും അതിൻ്റെ കൂടെ 2 സ്പൂണ് നാളികേരം, മഞ്ഞളും കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. പിന്നെ വാളംപുളി, ഇന്ന് കുടംപുളിയല്ല വാളംപുളി പിഴിഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് തിരിയണം. ആദ്യം തക്കാളി വഴറ്റൊന്നും വേണ്ട, തക്കാളി സബോള ഇത് ഇട്ട് കൊടുക്കാം. ആരെ ചവിട്ടണ്ടാന്ന്? വഴറ്റണ്ടാന്ന്, എണ്ണയില് ഇഞ്ചി എന്തോ പറഞ്ഞമ്മ അതിന്റെ ഇടയ്ക്ക്, പച്ചമുളക് വരട്ടണ്ടാന്നാണോ പറഞ്ഞത്? എന്തോ എണ്ണേര് വഴട്ടണ്ടാന്ന് അങ്ങനെ എന്താ പറഞ്ഞല്ലമ്മ. അപ്പൊ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് താടിയിൽ സ്റ്റിച്ച് വെച്ച അച്ഛന് മീൻകറി ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മ. അതെന്താ മീൻകറി എന്താ കൂട്ടാൻ പാടില്ല? അത് വായ പൊളിക്കാനേ ശരിക്കും പറ്റില്ല. അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടാ. നിന്നെ പോലെ അല്ല, ഞാൻ ചോദിച്ചിട്ടാണോ? അങ്ങനെ പറയരുത്. എന്താ എന്നെ പോലെ അല്ല, എന്നെ പോലെ അല്ല. ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു. മീൻകറി മതി പറഞ്ഞു. അപ്പൊ മീൻകറി, മീൻ വറുത്തതും ചോറും ഒരിത്തിരി തൈരും. അല്ല മീൻകറി തന്നെ ഇപ്പൊ കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് ചിക്കന്റെ കാലൊക്കെ പിടിച്ച് വലിക്കാൻ പറ്റും അച്ഛന്. അച്ഛനല്ലെങ്കിലും ചിക്കൻ നിന്നെ പോലെ ഇഷ്ടം. എന്നാലും എൻ്റെ അമ്മേ, ആ ബാൻഡേജ് ഇട്ട് ഇരിക്കുന്ന ആ മനുഷ്യനടുത്ത് സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോണതും നല്ലതിന്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണം നല്ലതിനും. അമ്മ ആര്? അല്ല അമ്മ എന്താ, അമ്മ അംബുജാനന്ദമയ്യായി മാറിയോ? അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ. എന്താ ഞാനടക്കം എൻ്റെ കുടുംബക്കാര് കുറച്ച് മോട്ടിവേഷൻ കേൾക്കും, പറഞ്ഞിട്ട് പോക്കോട്ടെ അമ്മ എന്ന് പറഞ്ഞാൽ വേദനിച്ച് നൊന്ത് വരുന്ന ആളുകളുടെ സംഭവിച്ചതെല്ലാം നല്ലതിനത്ര. എന്തൊരു കഷ്ടാണ്. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആദ്യം പറഞ്ഞത് അങ്ങനെയൊന്നല്ല. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇന്നലെ ചോദിച്ച അമ്മ സ്ഥിതി ശരിയായിരുന്നില്ലേ മിനിഞ്ഞാന്ന് ചോദിക്കുമ്പോൾ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ തല ചുറ്റ് വീടാൻ പോയ പോലെ പോയില്ലേ അമ്മ? എന്നിട്ട് തല ചുറ്റില്ലല്ലോ, അതെന്താ? അല്ല, ഞാൻ ആ സമയത്ത് ഓടി വന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ അമ്മ തല ചുറ്റുണ്ടായിരുന്നോ? എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഭാഷ അമ്മ ഇങ്ങനെ കണ്ണിങ്ങനെ ആക്കുമ്പോഴേക്കും ഞാൻ വന്ന് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കണത്. അത് അങ്ങനെ ആവുമ്പോ ഇന്നമ്മ എന്താ പറഞ്ഞേ? അമ്മക്ക് അങ്ങനെയൊക്കെ ആയി, അമ്മ കരയൊക്കെ ചെയ്തു. ഇന്ന് പറയാണ്, രാവിലെ പോകുമ്പോൾ മോനേട്ടനായിരുന്നു, തിരിച്ചു വരുമ്പോൾ അമിതാഭ് ബച്ചനായിരുന്നു. കാരണം വെള്ളത്താടി എന്ന് വെച്ചാൽ ബാൻഡേജ്, വെള്ള ബാൻഡേജ് അല്ല താടിയിൽ. തിരിച്ചു വരുമ്പോൾ മോനേട്ട അമിതാഭ് ബച്ചനായിരുന്നു. എന്തൊരു കഷ്ടം നോക്ക്. എടാ, താടിയിൽ സ്റ്റിച്ചിട്ട ആൾക്കാരെ ചിരിപ്പിക്കണമല്ലേ? ഈ അമ്മയുടെ മോട്ടിവേഷൻ കേട്ടോ ഞങ്ങളൊക്കെ എന്തായി തരുന്ന ഒരു പിടിയില്ല. അത് ശരി. എന്തായാലും ഡ്രസ് ചെയ്യാൻ പോകണല്ലോ നാളെ. അപ്പൊ പറയാം, വീട്ടിലൊരു അമ്മയുണ്ട്, അച്ഛനെ തിരിപ്പിക്കണം പറഞ്ഞ് തിരിപ്പിക്കാൻ പറ്റുമെന്നും ചോദിക്കട്ടെ കേട്ടോ. ശരി, തിരിച്ചറിയാൻ കേട്ടോ. അല്ല പറയണ നോക്ക്, രാവിലെ പോകുമ്പോൾ എൻ്റെ മോനേട്ടനായിരുന്നു, തിരിച്ചു വരുമ്പോൾ കോൺ ബനേക കൊറോപ്പത്തിൽ അമിതാഭ് ബച്ചൻ വരുമ്പോൾ വരുന്നു. അമ്മ തമാശക്കാരിയാണ് അല്ലേ? ഇപ്പോഴാണ് എനിക്ക് ആ പഴയ പഴഞ്ചൊല്ല് എനിക്ക് ഓർമ്മ വന്നത്. എന്താ അറിയോ? എന്താന്ന് പറയും? ആരോടും ഒരുപാട്
അധികാരം എടുക്കാനും പോകാൻ പാടില്ല, ആരോടും ഒരുപാട് അധികാരം കൊടുക്കാനും പോകാൻ പാടില്ല. ആർക്കും. കേട്ടിട്ടുണ്ടോ അമ്മ അങ്ങനെ? എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയോ? അതായത് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് കടന്നാക്രമിച്ച് നമ്മൾ ചെല്ലാൻ പാടില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെയും അതുപോലെ വരാനും അനുവദിക്കരുത്. എല്ലാത്തിനും ഒരു പരിമിതി വേണം. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വെറുക്കപ്പെടും. ഏത് ബന്ധാണെങ്കിലും ശരി കേട്ടോ. എത്ര ചങ്കാണെങ്കിലും എത്ര കണ്ണിലുണ്ടിയാണെങ്കിലും ഒരുപാട് ഒരാളുടെ ജീവിതത്തിൽ പോയിട്ട് വെറുതെ അവർ ആവശ്യപ്പെടാൻ തന്നെ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുക്കും. മനസ്സിലായി? സ്വന്തം മക്കളാണെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും പരസ്പര ബന്ധം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏത് ബന്ധത്തിലും അങ്ങനെ എന്താണ് നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് നമ്മൾ ഒന്നിനും കൈകടത്താൻ പോകരുത്. എന്താ പരിധി വന്നിട്ട് തക്കാളിന്റെ സൈസിൽ എങ്ങനെ കാണിച്ചു? എന്ത് പരിധി? അങ്ങനെയാണ്. അപ്പോഴാണ് ജീവിതം ഒരു ഇതിലങ്ങനെ പോകുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അത് ശരിയല്ല, ഇത് ശരി, പിന്നെ നമ്മുടെ ഉപദേശം ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ പോകാൻ പാടുള്ളൂ. ചുമ്മാ ഇരിക്കുന്നവരെ ഉപദേശിക്കാൻ പോയാൽ അപ്പോഴും പറയും ശല്യം വന്നു, എന്താ ഇവനെ കൊണ്ട് വല്ലാത്ത സ്വരക്കേടായി. ഉറപ്പല്ലേ? അപ്പം ഈ ചില സാഹചര്യങ്ങൾ എന്താ അറിയോ, നമ്മൾ നമ്മുടെ തന്നെ വില കളയാന്നുള്ളതാണ്. കാരണം നമ്മുടെ വില എങ്ങനെ കളയണത്? ഒരാൾക്ക് നമ്മുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ലാണ്ടിരിക്കുമ്പോൾ അവനെ തോണ്ടിട്ട് എൻ്റെ ഉപദേശം ഒന്ന് കേൾക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോടൊരു വെറുപ്പ് തോന്നും. ഏതു നേരം ഉപദേശിക്കൊണ്ടിരിക്കും, പ്രാന്തെന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവരായിരിക്കാം, പക്ഷെ ആവശ്യത്തിന് കൂടുതൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുക്കാൻ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ അധികാരം നമ്മൾ മറ്റുള്ളൊരു വ്യക്തി കൊടുത്താൽ എന്താവെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ കൈയും കെട്ടി എല്ലാത്തിനും പ്രതികരിക്കാണ്ട് കേൾക്കില്ലേ, പിന്നീട് എന്താ പറയുമോ അവർക്ക് എന്തോ ഒരു ഇത് കിട്ടിയ പോലെയാവും. ഏത് നേരം നമ്മളൊന്നിനും കൊള്ളാത്ത വ്യക്തിയായതുകൊണ്ട് നമ്മളെ കുത്തി പറയാൻ നമ്മൾ തന്നെ അവർക്ക് ഒരു വഴി. അപ്പം ഈ പഴയ കാലത്തെ ആൾക്കാരുടെ ഈ ചൊല്ലൊക്കെ ഭയങ്കര കറക്റ്റാണ്. ആർക്കും അധികാരം കൂടുതൽ കൊടുക്കാനും പാടില്ല, നമ്മളുടെ ഇങ്ങനൊരാൾക്ക് അധികാരം കൂടുതൽ കൊടുക്കാനും പാടില്ല, എടുക്കാനും കൊടുക്കാനും പാടില്ല. എല്ലാ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമാണ് ഏത് ബന്ധമാണെങ്കിലും അത് എന്നേക്ക് നിലനിൽക്കുള്ളൂ അല്ലേ? അപ്പം നമുക്ക് എത്ര കറി വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് നമ്മളിതിൽ. അപ്പം ഞാൻ ആലോചിക്കുക എത്രയൊക്കെ അനുഭവം കൊണ്ടായിരിക്കും ഈ കാരണന്മാർ അങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഓക്കെ, അരപ്പിൻ്റെ വെള്ളം അത് നശിപ്പിക്കരുത് എന്ന് ഞാൻ എപ്പോഴും അങ്ങനെയാണല്ലോ. ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ, അപ്പം നമുക്ക് മീൻ കിട്ടും. ഓക്കെ, നന്നായി തിളക്കട്ടെ, അപ്പം മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്തായാലും നോക്കണ്ടേ? അത് വറുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇതിന് അധികം പണിയൊന്നുമില്ല. ഇതിൽ വെറും മുളക്, ഉപ്പ്, മഞ്ഞൾ മാത്രമല്ല, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു ടേസ്റ്റ് പോലും നോക്കണ്ടേ? നമ്മൾ അതൊരു മസാല, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ഇടാണ്ട് ഇങ്ങനെ. ഓക്കെ, എന്നാലും 2 ദിവസം നരകതുല്യായി ജീവിതം അല്ലമ്മ. സംഭവം നമ്മളിപ്പോൾ തമാശയൊക്കെ പറയണ്ടെങ്കിലോ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പെട്ടെന്നൊരു ഫോൺ വരിക, എന്നിട്ട് അമ്മയോട് പറയേണ്ടാവുന്നിട്ട് മെല്ലെ പറയുകയാണ് ചെറുതായിട്ടായിട്ടുള്ളൂ. ഞാൻ പോയി കാണുമ്പോഴേ എൻ്റെ അമ്മ ചെറുതായിട്ടൊന്നും അല്ല, നല്ല ഡീപ്പായിട്ടാണ് ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉള്ളൊരു വൈറ്റ് കളറടക്കം കണ്ടിരുന്നതും പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് എന്താ അറിയോ, ആ ശരീരം മുഴുവൻ ചോരയിൽ മുങ്ങി നിൽക്കുകയല്ലേ. പിന്നെ ഞാൻ ഇഡ്ഡലി എന്നിട്ട് പോണേരുന്നാണോ അമ്മ പറയണത്? എളുപ്പത്തിലൊന്ന് വിടുവോ? ആ പിന്നാലെ വന്നിറക്കാണ്, പിന്നാണ്ട് പോവാണ് അവൻ. അവൻ ഇഷ്ടണ്ട് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് അതും വിട്ടിട്ട് പോവാണ്ട് വന്നിട്ട് എന്തൊരു കഷ്ടമാണ്. പിന്നെ ഈ ഫോണ്, എനിക്കൊരു ഫോണ് വരും, അച്ഛനൊരു ഫോണ് വരും, അമ്മയുടെ തന്നെ. എന്തായിരുന്നു നമുക്ക് വല്ല സംശയം ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ചത് വേറൊന്നല്ല, എന്താണ് നിന്റെ കൂട്ടുകാരന് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നീ എന്നെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ എന്താണാവോ, ഏത് കൂട്ടുകാരനാണാവോ, എന്ത് സംഭവിച്ചാവോ, അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു മനുഷ്യൻ നൊന്ത് വെന്തിരിക്കുന്ന സമയത്ത് പോയിട്ട് നമ്മുടെ ഈ എന്താ പറയുക, ഈ ഇൻസ്പിറേഷൻ കോഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ആ സമയത്ത് ഉപയോഗിക്കും കേട്ടോ. അച്ഛൻ വിചാരിച്ചു സംഭവിച്ച എല്ലാം നല്ലതിന്
ഇനി സംഭവിക്കാൻ പോണതും നല്ലത്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലത്. ഇത് അച്ഛൻ അറിയില്ല, അമ്മ ആ സമയത്ത് അത് പറഞ്ഞു കൊടുത്തിട്ട് വേണം. നീ വെറുതെ അല്ല ഈ അമ്മ ശരിക്കും മണ്ടിയാണോ അതോ മണ്ടീനെ പോലെ അഭിനയിക്കുകയാണോ? അതെന്താ? അല്ല ആദ്യം കരഞ്ഞു, പിന്നെ എന്താ മോനേട്ടാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഈ കുറുകുറു കേൾക്കാൻ വയ്യാണ്ടാണ് അച്ഛൻ അമ്മേനെ അറിയിക്കേണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് മോനേട്ടാ ഒന്നും കൊണ്ട് പേടിക്കേണ്ട മോനേട്ടാ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കണം നല്ലത്. ആ നീ വെറുതെ ഇല്ലാത്ത പറയുന്നത്. ഞാൻ പറഞ്ഞത് കണ്ണ് തട്ടി പെരുതിട്ട് തട്ടിപ്പോയി, ഭഗവാന്റെ അനുഗ്രഹമല്ലേ, അതിന് നമുക്ക് ആശ്വസിക്കാം. ഒരു വേദനയാണെങ്കിൽ ഉത്തരല്ലേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ താടി സ്റ്റിച്ച് ചെയ്താണോ ഭഗവാന്റെ അനുഗ്രഹം? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കേണ്ടതല്ലേ, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഓ അങ്ങനെ അമ്മ ഉദ്ദേശിക്കണത് അങ്ങനെ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തൊക്കെയാ അമ്മ പറയണത് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ മീൻ വറുത്തത് ആയിട്ടാ. ഇനി നമുക്ക് അത് ഓഫ് ചെയ്യാം. ഈ മീനിന്റെ ഇതൊന്ന് നന്നായി തിളയ്ക്കണം. അപ്പൊ നമുക്കിത് തിളക്കട്ടെ. അപ്പൊ കഥ പറയാൻ സമയമില്ല. കഥ പറയാൻ സമയമില്ല. ഒന്നാമത് കഥ പറയേണ്ട ടൈമുമല്ല. ഇന്നൊന്നും കൂടി ഒന്ന് കഴിയട്ടെ. നാളെ മുതൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഥ പറഞ്ഞിട്ട് വരും അല്ലേ. ഇന്ന് പ്രത്യേകിച്ച് വന്നത് എന്തിനാ? 2 ദിവസമായി കണ്ടിട്ട്, ശരിക്കും 3 ദിവസമായി എന്ന് വെച്ചാൽ ഞായർ നമ്മൾ ഇടാറില്ലല്ലോ. ഞായർ, തിങ്കൾ, ചൊവ്വ, അന്ന് ബുധനല്ലേ. അപ്പോൾ അത്രയായി. അപ്പോൾ ഇന്നും കൂടി വന്നിട്ട് ഇത് പറയാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ്റെ സിറ്റുവേഷൻ അത്ര ബുദ്ധിമുട്ട് തന്നെയാണ്. അച്ഛൻ്റെ കാര്യങ്ങളും നോക്കണം. അപ്പോൾ എല്ലാം ഒതുങ്ങിയിരിക്കാത്ത ആളായത് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അങ്ങനെ ഒരാളായത് കാരണം എന്താ ചെയ്യാൻ പറ്റുക? വീട്ടിലിരിക്കുന്നത് എങ്ങനെയോ കെട്ടിയിട്ട പോലെയാണ്, എവിടെ പോണ്ട. വീട്ടിലൊരാഴ്ച അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞാൽ ഇരിക്കുക, അല്ലെങ്കിൽ ആ ബാൻഡേജ് വെച്ചിട്ട് ഇപ്പൊ പുറത്തിറങ്ങുക. അത്രയ്ക്ക് എന്നിട്ട് ഒന്ന് അവിടേക്ക് ഇറങ്ങി മുങ്ങി പോകുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് കേട്ടോ. അതെ അങ്ങനെ ഇരിക്കില്ലേ മൂപ്പര്, സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ലേ. അപ്പൊ ഇങ്ങനെ ഇട്ടോ കേട്ടോ. എന്തായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ഒരു കല്ലിൽ തട്ടിയിട്ടാണ് മുറിയായത്. അതൊന്നും കൂടി ഡീപ്പായി വായു കൂടി മുറുക്കാൻ പറ്റില്ല. വീട്ടിൻ്റെ ഉള്ളിൽ അടക്കി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവേ ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അമ്മയ്ക്ക് ആ സമയം കൃത്യമായിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊരു സംശയം വന്നല്ലോ അമ്മയ്ക്ക്. അതെല്ലാവർക്കും വരും, എനിക്ക് മാത്രമല്ല. അതങ്ങനെയാണ്. വീട്ടിലൊരാൾ വരുന്നിട്ട് അവർക്കൊരു സമയം ഉണ്ടാവില്ല. ആ സമയത്ത് അവർ വരാണ്ടിരുന്ന അങ്ങനെ നമുക്ക് തോന്നും. അപ്പൊ അതാ ഇതുണ്ടോ ഇതായിട്ടോ നിങ്ങള് മാറ്റി. അപ്പൊ ഇതുകൊണ്ട് എനിക്കെന്ത് മനസ്സിലായി അറിയോ? ഇനി എന്തായാലും ചെയ്യാണ്ടോ ഇത്? എനിക്കെന്ത് മനസ്സിലായി അറിയോ? ഇപ്പൊ നമ്മള് നമ്മുടെ കയ്യിൽ നിന്ന് സത്യം മറച്ചു വെക്കാനാണ് നോക്കിയത്. എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് നോക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കേൾക്കാൻ പാടില്ല, അമ്മയ്ക്കൊരു ഷോക്കാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ചോരയിലൊക്കെ പെട്ടെന്ന് മുങ്ങിയിട്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പേടിക്കില്ലേ? അപ്പോൾ പെട്ടെന്ന് അമ്മ അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ഞുവേനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ആ പ്രശ്നമൊക്കെ ആലോചിച്ചിട്ടാണ് പറയേണ്ടത്. പക്ഷേ സത്യം ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇന്നലെ ഞാൻ തന്നെ മനസ്സിലായി. കാരണം എന്താ പറയുക, സത്യം എത്ര ഒളിച്ചു വെച്ചാൽ ശ്രമിച്ചാലും സത്യം മറന്നേക്ക് പുറത്ത് വന്നേ വരും. എത്ര നേരം നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റും? ഒരല്പനേരം അല്ലേ? എണ്ണ ഒഴിച്ചു അല്ലേ? അല്പനേരം കഴിഞ്ഞാൽ അത് പുറത്ത് വരും. അതാണ് പറയണത്. സത്യത്തെ എത്ര മറച്ചു വെച്ചാലും സത്യം നുണയാവത്തില്ല, സത്യം തന്നെയാണ്. ഒരു 2 മണി ഉരുവെട്ടു. അപ്പോൾ ജീവിതത്തിൻ്റെ കാരണന്മാർ പറഞ്ഞിട്ടില്ല, ആ പഴഞ്ചൊല്ലുണ്ട്, ഏറ്റവും എളുപ്പമായി നമ്മളെ ആർക്കും കിട്ടരുത്, നമ്മൾ ഏറ്റവും എളുപ്പമായി മാറാനും പാടില്ല അല്ലേ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് അധികാരം നമ്മൾ എടുക്കരുത്. അവരുടെ ജീവിതം അവർക്ക് മാത്രം നന്നായി മനസ്സിലാവും. എന്റെ ജീവിതം എനിക്ക് മനസ്സിലാവും പോലെ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. അതുപോലെ മറ്റൊരാളുടെ ജീവിതം അവർക്ക് മനസ്സിലാവും പോലെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തത് ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്തത് അത് ശരിയല്ല. പക്ഷെ ആവശ്യം വരും, നമ്മളോട് ചോദിക്കുകയാണ് എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനൊരു പരിഹാരം പറയാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പറയണം. അത് നമ്മുടെ കടമയാണ്. അതല്ല നമ്മൾ എങ്ങനെയോ ഇയാൾക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു അവിടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ വെറുതെ ഉപദേശങ്ങളുടെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെടും.
ഇത്ര തന്നെ ആ കറിയുടെ ആവശ്യമുള്ളൂ. കറി വന്നിട്ട് വേഗം ഇതിലേക്ക് മാറ്റിച്ചിട്ട് നല്ല കറിയാണ്. നല്ല പൊടിയും എരിവും ചൊടിയും ഉള്ള കറി. അതുപോലെ തന്നെ ഒരു പഴഞ്ചൊല്ലും കൂടിയുണ്ട്. അത് ഈ നാട്ടിലെ പഴഞ്ചൊല്ലല്ല. തുറക്കാത്ത വാതിലും മതിക്കാത്ത മനസ്സും ഒരിക്കലും തട്ടരുത് എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടാവും, അവരുടെ വാതിൽ പോയി നമ്മൾ തട്ടരുത്. നമ്മളെ മനസ്സും കൊണ്ട് എടുത്തു കളഞ്ഞ ചില വ്യക്തികളുണ്ട്. അവർ ജീവിതത്തിൽ നമ്മളില്ല, നമ്മളൊരു ഭാഗമല്ല എന്ന് വിചാരിച്ച ചില വ്യക്തികളുണ്ടാവും. അവൻ്റെ പെരുമാറ്റം കൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. അങ്ങനത്തെ മനസ്സുകളും ചില വാതിലുകളും ഒരിക്കലും തട്ടരുത്. അത് തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മതിക്കാത്ത മനസ്സ്, അത് നമ്മൾ ഒരിക്കലും മതിക്കാത്ത മനസ്സും തുറക്കാത്ത വാതിലും ഒരിക്കലും തട്ടരുത്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മളോട് എപ്പോഴും സംസാരിക്കുകയോ നമ്മളെ വിളിക്കുകയോ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും എന്തല്ലേ ഇവർ ഇത്രയും ബിസിയാ, ഇവർ നമ്മളെ ഒന്നും വിളിക്കണേ ഇല്ലല്ലോ, എന്തൊരു മനുഷ്യന്മാരാന്ന്. ചില സന്ദർഭങ്ങൾ എത്ര നമ്മളവരെ മനസ്സിലാക്കിയാലോ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ അത് തോന്നും. പക്ഷേ നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ അവരറിയാതെ 4 സാന്ത്വന വാക്കുകൾ പറയും. അവർ ശരിക്കും പറഞ്ഞാൽ നല്ലവരല്ലേ? അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ എപ്പോഴും വിളിച്ചിങ്ങനെ ഓരോ സംസാരവും അതും ഇതും ഒക്കെ പറയും പലരും. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവർ ഒഴിഞ്ഞു നിൽക്കുക, ഒഴിഞ്ഞു മാറിയിട്ട് അയ്യോ ഇപ്പൊ അവർക്ക് എന്തോ ഒരു പ്രോബ്ലമാണ്, നമ്മളിപ്പോ വിളിക്കാണ്ടിരിക്കാൻ നല്ലത്, ഒന്നുമില്ലെങ്കിൽ ആളായിട്ട് പോയിട്ട് അവിടെ നിൽക്കേണ്ടി വരും, പൈസ ആയിട്ട് അല്ലെങ്കിൽ സഹായിക്കേണ്ടി വരും എന്നുള്ള തോന്നൽ കൊണ്ട് അവർ മാറും. പക്ഷെ ചിലരങ്ങനെയല്ല, എപ്പോഴും വിളിക്കുക, അങ്ങനെ ഓരോന്ന് പറയലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു പ്രതിസന്ധി ഘട്ടമോ നമുക്കൊരു വേദനയോ നമുക്കൊരു ദുഃഖമോ വരുമ്പോൾ ഒരു വിധി വന്നിരിക്കും. വന്നിട്ട് നിങ്ങൾക്ക് ഞാനുണ്ട് എന്നുള്ളൊരു എന്താ പറയാ നിങ്ങൾക്ക് എൻ്റെ കയ്യിലാവുന്നത് എന്തു സഹായം ചെയ്യാനും നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു മനസ്സാണ്, ഒരാളായിട്ട് വന്ന് നിൽക്കാൻ കാണിക്കുന്ന ധൈര്യം. പിന്നെ അവർ പറയാണ് പേടിക്കണ്ട കേട്ടോ, അതാണോ പ്രശ്നം, ആ പ്രശ്നത്തിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആശ്വാസം വാക്കുകൊണ്ട് അവർ നമ്മുടെ സ്നേഹം കീഴടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ത് വിചാരിക്കും, എന്തല്ലേ നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിട്ട് അവർ നമ്മളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ, തെറ്റായ ഒരു തോന്നലുണ്ടാവും. പക്ഷെ അതല്ല അവർ എന്നുള്ളത് വീണ്ടും അവർ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ശരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് മനുഷ്യരും. നമ്മൾ തെറ്റിദ്ധരിക്കും, എന്തിനറിയോ, എന്താ ഒരു പിടിയില്ല, എന്ത് ബന്ധമാണ് ഇവൻ്റെ അതൊക്കെ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എന്നാണോ ഒരു ആവശ്യം വരുന്നത്, ആ ആവശ്യത്തിന് ഓടി വന്ന് എത്തിയിട്ട് ആ നിമിഷം അവൻ്റെ ഒരു വിളി വരുമ്പോൾ അപ്പം മനസ്സിലാവും ബന്ധം അവിടെ ഉണ്ട്, അവൻ്റെ മനസ്സിൽ നമ്മളോട് സ്നേഹമുണ്ട്, നമ്മളാണ് തെറ്റെന്ന് നമുക്ക് തോന്നിപ്പോവും. അതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഒരിക്കലും കൈവിടാതിരിക്കുക. ഇവിടെ തുറക്കും. അപ്പോൾ കണ്ടില്ലേ കറി, ഇതാണ് നമ്മുടെ നാളികേരമൊക്കെ അരച്ചിട്ടുള്ള ഒരു മീൻകറി. ഇത് ഈ മംഗലാപുരം ഇല്ലേ, മംഗലാപുരത്തുകാർ ഇങ്ങനെയാണ് മീൻകറി വെക്കുക കേട്ടോ. ഇവിടെ വെക്കുകയായിരിക്കും, പക്ഷേ മംഗലാപുരക്കാർ ഏതാണ്ട് ആൾക്കാരൊക്കെ ഇതേ ഒരു ഇതിലാണ് മീൻകറി വെക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മീൻ വറുത്തതും ഇന്ന് ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് വല്ല വെജിറ്റബിൾ എന്തെങ്കിലും വെക്കണമെന്ന് നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഒന്ന് വേണം എനിക്ക്, അത് ശരിയാവില്ല. അപ്പോൾ ഇവർക്ക് ഇത് മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ ഊണ് കഴിക്കാനൊന്നും വിളിക്കുന്നില്ല. ഈ എന്റെ മോനേട്ടനൊക്കെ ശരിയാവട്ടെ കേട്ടോ. മോനായിട്ട് അമിതാഭ് ബച്ചൻ വീണ്ടും മോനായിട്ടായി മാറട്ടെ. അപ്പൊ വിളിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ വരാണ്ടിരുന്നത് പറഞ്ഞല്ലോ, ഈ കാരണം കൊണ്ടാണ് വരാണ്ടിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വല്ല എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ കാണാൻ വരാണ്ടിരിക്കും കേട്ടോ. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക, അല്ലാണ്ട് നിങ്ങളെ കാണാണ്ടിരിക്കാൻ എനിക്കും പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.